ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ചാല് ബിക്കോസ് ഞാനിപ്പോ PROയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടറെയും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ഭർത്താവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരോട് ഞാൻ സംസാരിച്ചു. അവര് പറയുന്നത് ജാസി ഇവിടെ വേറെ ഒരു അസുഖമായിട്ട് വന്നതാണ്. അസുഖം ഇവിടെ പറയാൻ പറ്റില്ല, അത് പുറത്തേക്ക് പറഞ്ഞ് ശരിയല്ല. ഒരു രോഗിയുടെ അസുഖം വേറൊരാളിലേക്ക് ഷെയറബിൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബോത്ത് സർജറി അവിടെ ഉണ്ട്, ബ്രസ്റ്റിന്റെ സർജറിയും ഉണ്ട്. അത് തെറ്റായ വാർത്ത കൊടുത്തതിന് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പണിഷ്മെന്റും കൊടുത്തിട്ടുണ്ട്. അതായത് PROയിൽ വിളിച്ചിട്ട് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് മറ്റേ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ കംപ്ലൈന്റ് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ റെനയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരാള് തെറ്റായ വാർത്ത കൊടുക്കരുതെന്ന് പറയുക. അവിടെ എന്തായാലും സർജറീസ് ഉള്ളതാണ്. അവരെന്തിനാണ് മറച്ചു വെക്കുന്നതെന്ന് എനിക്കറിയില്ല. ജാസി എന്തായാലും അവിടെ സർജറി ചെയ്തിട്ടില്ല. ഉറപ്പാണോ? ഓക്കെ, ഉറപ്പാണ്. ജാസി അവിടെ ഒരിക്കലും സർജറി ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലില് PROയിൽ നിന്നും ഒരുപാട് ഒളിക്കുന്നുണ്ട് അദ്ദേഹം. ഞാനിപ്പോ PROയായിട്ട് സംസാരിച്ചായിരുന്നു. അദ്ദേഹം ഒരുപാട് ഒളിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഞങ്ങളെല്ലാം പറഞ്ഞത് വേറൊരു ലേഡിയാണ് പറഞ്ഞത്. ശരിയാണ്, അദ്ദേഹം വിളിച്ചെന്നത് ശരിയാണ് കേട്ടോ. അദ്ദേഹം വിളിച്ചിരുന്നു, ഹോസ്പിറ്റലിലേക്ക് കോൾ ചെയ്തിരുന്നു. അത് ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങള് പിന്നെ സർജറീസ് ഇവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞു, എന്തിനാന്ന് ചോദിച്ചപ്പോ അവരത് അറിയില്ല, അത് മിസ്റ്റേക്ക് വന്നാന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ജാസി ഇവിടെ സർജറി ചെയ്തിട്ടില്ല. സർജറി ചെയ്യുന്നതിന് ഒരുപാട് കടമകളുണ്ട്. പെട്ടെന്ന് എടുത്തു പിടിച്ചെന്ന് പറഞ്ഞൊരു ലേഡി ആകാനൊന്നും ആർക്കും പറ്റില്ല. അതിന് ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടരണം. അതിന് ഒരുപാട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ജാസി ഫുൾ ടൈം 24 hours ആയിട്ട് പുറത്ത് നടക്കുന്ന ഒരാളെങ്ങനെയാണ് ഇതിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് എടുത്തു പിടിച്ചോന്ന് പറഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. അവൻ എന്തിനാണ് ഇങ്ങനെ ഞാൻ അവനെന്ന് തന്നെ വിളിക്കുന്നുള്ളൂ. കരുതിച്ചാല് കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു വെക്കുന്നത്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ അല്ലേ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അത് ഒന്നെങ്കിൽ ജാസി അത് വെളിപ്പെടുത്തണം, ഇതാണ് സംഭവം ഞാൻ ചെയ്തിരിക്കുന്നത്. അതൊന്നും വെളിപ്പെടുത്താണ്ട് ഹോസ്പിറ്റലിന് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. ഇതിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ എന്തെങ്കിലും ചോദിക്കാതെ നിങ്ങള് ഡോക്ടർ എഴുതി കൊടുക്കും സർജറി ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ്. അതൊന്നും വെളിപ്പെടുത്താതെ ഞാൻ സർജറി ചെയ്തെന്ന് പറഞ്ഞ് ഓടിപ്പോയി സർജറി ചെയ്യുന്ന സംഭവമാണോ ഇത്? ബ്രസ്റ്റ് എന്ന് പറഞ്ഞാല് അതൊക്കെ നോക്കണം. അതൊക്കെ നോക്കിയിട്ട് ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് പിന്നെ ഡേറ്റ് കൊടുക്കും. ഡേറ്റ് എടുത്ത് ഹോർമോൺ സ്റ്റാർട്ട് നിർത്തി വെക്കണം. 1 മാസമെങ്കിലും നിർത്തി വെക്കണം. ജാസി ഹോർമോൺ ഒന്നും എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഹോർമോൺ ടാബ്ലറ്റ് നിർത്തി വെക്കണം. സർജറി ചെയ്യുന്നതിന് മുന്നേ ഹോർമോൺ ടാബ്ലറ്റ് നിർത്തി വെച്ചതിന് ശേഷം മാത്രമാണ് അവിടെ അവര് ഡേറ്റ് തരും. സർജറിക്ക് ഇന്ന ഡേറ്റ് തരും. ആ ഡേറ്റ് പ്രകാരം മാത്രമാണ് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു ദിവസം സർജറി എന്ന് പറഞ്ഞാൽ കുറെ ദിവസമൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. ജാസി എത്രയോ ദിവസങ്ങൾ കിടന്നു. അതെന്ത് സർജറിയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ബ്രസ്റ്റ് സർജറി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന ഒരു സർജറിയാണ്. ഓക്കെ, സിറ്റി ബെർണാഡ് അവരൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സിറ്റി ബെർണാഡ് ഒക്കെ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അവള് 2-3 മാസത്തിന് മുന്നെയാണ് സർജറി ചെയ്തിരിക്കുന്നത്. അവർക്ക് അപ്പൊ തന്നെ സർജറി ചെയ്ത് പോന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതൊന്നും അവനെ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ താഴത്തെ ബോട്ടം സർജറിക്ക് 45 ദിവസമെങ്കിലും നമ്മള് അതിനെ റെസ്റ്റ് എടുത്തേ പറ്റൂ. ജാസ്തി തുള്ളിച്ചാടി കളിക്കുവാണല്ലോ. അതെന്തുവാ, എന്ത് സർജറി അത്? ബ്രസ്റ്റ് സർജറി നടക്കുമ്പോ ബിക്കോസ് അതിന് കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളുണ്ട്. അതിനൊക്കെ റെസ്റ്റ് എടുക്കണം. ഒരു ദിവസം കൊണ്ട് ബ്രസ്റ്റിന്റെ സർജറി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോരാം. അതധികം പെയിൻഫുൾ ഇല്ലാത്ത സർജറിയാണ്. അത്രയും പെയിൻ ഇല്ലാത്തൊരു സർജറി തന്നെയാണ് അത്. അധികം ഒന്നും അവര് ചെയ്യത്തില്ല. കുറച്ചധികം സിലിക്കോൺ വെച്ച് തയ്ക്കത്തേ ഉള്ളു. ഓക്കെ, ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സംഭവമല്ലേ. പെട്ടെന്ന് എടുത്ത പിടിച്ചെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് റെസ്റ്റ് ഉണ്ട്. 2-3 ദിവസം വരെയൊക്കെ നമുക്ക് അനങ്ങാൻ പാടില്ല. ഇത് എടുത്ത് വന്നു കഴിഞ്ഞപ്പോ തൊട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ്. എന്തോ ഇത് പബ്ലിക്കില് ആൾക്കാരെ കബളിപ്പിക്കുന്ന എന്തിനാണ്? ഇല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞാ പോരെ. എടുത്ത പിടിച്ചെന്ന് പറഞ്ഞാൽ അത് പെണ്ണാവാൻ പറ്റുമോ? അതിന് കുറെ ഫോർമാലിറ്റീസ് ഇല്ലേ. സത്യം.
ഡോക്ടർമാര് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാല് ബിക്കോസ് അത് അവരുടെ സ്റ്റാഫ് ആരാണോ അവര് എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിയണം. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ പോലെയുള്ള ഇങ്ങനെ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ, സർജറി ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇനിയും കിടക്കുന്നു താഴെയുള്ളവര്. അവരൊക്കെ അത് മടിക്കത്തില്ലേ? ഈ അനന്യയൊക്കെ അവിടെ നിന്നാ ചെയ്തിരിക്കുന്നത്. അനന്യയുടെ ഇഷ്യൂസ് നിങ്ങൾ കണ്ടതാണല്ലോ. അനന്യ 2 സർജറീസ് ഇവിടുന്നാ ചെയ്തിരിക്കുന്നത്. അനന്യയുടെ ഇഷ്യൂസ് വന്നപ്പോഴാണ് എല്ലാവരും ബാക്കിലേക്ക് വലിയാൻ തുടങ്ങിയത്. പിന്നെ ആരും അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാതെ വിനീത് സേമയൊക്കെ അവിടെ നിന്നാ ചെയ്തിരിക്കുന്നത് കേട്ടോ. മിക്ക പബ്ലിക്കിൽ നിറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഇവിടുന്നാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബിക്കോസ് അവിടെ ഇങ്ങനത്തെ സർജറി ഇല്ലാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. അവിടെ സർജറീസ് ഉള്ളതാണ്, ഞങ്ങളൊക്കെ അവിടെ ചെയ്തിരിക്കണം, ഞങ്ങളുടെ കയ്യിലൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുള്ളൂ. കാര്യം പല സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ആക്ഷേപം കേൾക്കാം. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുള്ള തെളിവിനാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡോക്ടർ തരുന്നത്. അത് സുജാ മാം ആണ് തരുന്നത്. സുജാ മാമിന്റെ ഭർത്താവ് പുള്ളിക്കാരനാണ് ബോട്ടം സർജറി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് നമുക്കറിയില്ല. ജാസി ഒരിക്കലും സർജറീസ് ചെയ്തിട്ടില്ല. അത് ഞാൻ എഴുതി എവിടെയെങ്കിലും തരാം. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. എടുത്തു പിടിച്ചോന്ന് പറഞ്ഞ ഒരാൾക്ക് പെണ്ണാകാൻ പറ്റത്തില്ല മോനെ, പറഞ്ഞ മനസ്സിലായി. അതിന് കുറെ കടമകളുണ്ട്, റെസ്റ്റ് ഒരുപാടുണ്ട്. സർജറിക്ക് മുന്നേ തന്നെ ഹോർമോൺ 1 മാസം നിർത്തി വെക്കണം, എന്നാൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ബോഡി ചെക്കപ്പ് നടത്താനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എടുത്തു പിടിച്ചെന്ന് പറഞ്ഞ 1 ദിവസം കൊണ്ട് സർജറി ചെയ്തോ? ചെക്കപ്പ് ഒന്നും നടത്തിയില്ലേ? ഹാർട്ട്, ലിവർ, എല്ലാം ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളും അവര് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ ഒരു ചാക്ക് സർജറി കൊടുക്കുള്ളൂ. എന്തൊക്കെയായിരുന്നാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് തരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്